മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ വാഗ്ദാനം പാലിക്കുമെന്ന പ്രതീക്ഷയിൽ കോഴിക്കോട്ടെ ജനകീയ സമരസമിതികൾ. ആവിക്കൽ തോട് കോതി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരം ചെയ്തതിന്റെ പേരിൽ കോടതി കയറിയിറങ്ങുന്നവരാണ് UDF സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്നത്. കോടതിയിൽ സമരം ചെയ്ത 41 പേർക്കെതിരെ പോക്സോ കേസായിരുന്നു എടുത്തത്. അധികാരത്തിലെത്തിയാൽ കേസുകൾ പിൻവലിക്കാമെന്ന് വി ഡി സതീശൻ ഉറപ്പ് നൽകിയിരുന്നതായി സമരസമിതി വ്യക്തമാക്കുന്നു. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, അങ്ങനെ ആ ഉറപ്പ് നൽകിയത് ഓർമ്മിപ്പിക്കുകയാണ് സമരസമിതി. തീർച്ചയായിട്ടും റോഷിനി, അതായത് നൂറുകണക്കിന് തീരദേശവാസികളാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയമാണ്. അന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പദ്ധതി എതിർത്തിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ശുചിമുറി മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്, കോതിയിലും ആവിക്കൽ തോടിലും. അതിൽ എടുത്തു പറയേണ്ടത് കോതിയിൽ 41 പേർക്കെതിരെ ഇപ്പോഴും പോക്സോ കേസ് നിലനിൽക്കുന്നു. അതായത് കുട്ടിയെ ആ സമരത്തിൽ പങ്കെടുപ്പിച്ചെന്ന കാരണത്തിൽ പോലീസ് പോക്സോ കേസ് എടുത്തിരുന്നു. അതിൽ 41 പേരിൽ 18 പേർ സ്ത്രീകളാണ്. അതിൽ ഗർഭിണികളുണ്ട്, 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുണ്ട്. അവരൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോടതി കയറിയിറങ്ങേണ്ട സ്ഥിതിയാണോ? അതേപോലെ തന്നെ ആവിക്കൽ തോടിൽ സമാനമായ രീതിയിൽ 6 കേസുകളാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ 400ഓളം പേര് പിഴയടച്ചു. അതായത് 7 ലക്ഷം രൂപയിലധികം പിഴയടച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും 105ഓളം ആളുകൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്ന അവസ്ഥയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുൻപ് ഈ പ്രദേശവാസികൾ വി ഡി സതീശനെ കണ്ട് നിവേദനം നൽകിയിരുന്നു. അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് അന്ന് അദ്ദേഹം നൽകിയിരുന്ന ഉറപ്പ് പാലിക്കണമെന്നാണ് തീരദേശവാസികളുടെ ഒരു ആവശ്യം. പ്രത്യേകിച്ച് ഈ 2 പദ്ധതികളും ഈ ആവിക്കൽ തോടിൽ നിന്നും കോതിയിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷൻ മാറ്റിയിരുന്നു. കാരണം ഈ ജനകീയ സമരം ഉണ്ടായതിനെ തുടർന്നാണ് ആ പദ്ധതി അവിടെ നിന്ന് മാറ്റിയത്. ഒപ്പം തന്നെ കോതിയിൽ കല്ലായിപ്പുഴയർത്താണ് പദ്ധതി വന്നത്. കോടതി ഇടപെടൽ ആ വിഷയത്തിലുണ്ടായിരുന്നു. പുഴ നികത്തി കണ്ടൽക്കാട് വെട്ടിയാണ് ആ പദ്ധതി വരുന്നു എന്ന ഒരു ആരോപണം വന്നിരുന്നു. കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അങ്ങനെ കോർപ്പറേഷൻ തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ഒരു പ്രദേശത്ത് പോലീസ് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം തന്നെ വീണ്ടും ഈ സമരസമിതിയുടെ ആളുകൾ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്യും. റോഷ്നി, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.